വനിതാ സംവരണ ഭേദഗതി ബിൽ ഇന്ന് പാർലമെന്റിലേക്ക് എത്തുകയാണ്. എതിർക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ CPI നേതാവ് ആനി രാജ 24-നൊപ്പം ചേരുകയാണ്. ശരി, ബില്ല് ഇന്ന് പാർലമെന്റിലേക്ക് വരികയാണ്. പ്രതിപക്ഷം ഇന്നലെ യോഗമൊക്കെ ചേർന്ന് എതിർക്കണമെന്ന് തീരുമാനിച്ചു. എങ്ങനെയാണ് ഇതിനെ CPI ഇപ്പോൾ? ഇല്ല, തീർച്ചയായിട്ടും CPI പാർട്ടി ഞങ്ങൾ നേരത്തെ ഇന്നലെ തന്നെ ഞങ്ങളുടെ ഇന്ത്യ ബ്ലോക്കിന്റെ മീറ്റിംഗിൽ ഞങ്ങളുടെ ഭാഗം വളരെ വ്യക്തമായിട്ടുണ്ട്. ഒരു കണ്ടീഷനുകളുമില്ലാതെ വനിതാ സംവരണ ബില്ല് സർക്കാർ കൊണ്ടുവരണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ കൊണ്ടുവരുന്ന പക്ഷം ആ നിമിഷം തന്നെ ഞങ്ങളുടെ പാർട്ടി വോട്ട് ചെയ്യും. ഇന്ത്യ അലയൻസ് സഖ്യത്തിലെ എല്ലാ പാർട്ടികളും അതിനനുകൂലമായി വോട്ട് ചെയ്ത് ആ അമെൻമെന്റ് ബില്ല് വിജയിപ്പിക്കും. പ്രതിപക്ഷം എതിർക്കുമ്പോൾ ഈ ബില്ല് അനന്തമായി നീണ്ടുപോകില്ല. അപ്പോൾ വനിതാ സംവരണത്തിനെതിരെ പ്രതിപക്ഷം നിൽക്കുകയാണെന്നുള്ളൊരു പ്രതീതി അല്ലെങ്കിൽ ഒരു പ്രചാരണം നടത്താൻ BJP ഒക്കെ സാധ്യതയില്ലേ? അല്ല, BJP അതിനുവേണ്ടി കൂടിയാണല്ലോ ഇത്ര വളരെ തിടുക്കപ്പെട്ട 2 തെരഞ്ഞെടുപ്പ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണം നടക്കുക. ചെറിയ സംസ്ഥാനമല്ല, ഒന്ന് ബംഗാളാണ്, ഒന്ന് തമിഴ്നാടാണ്. വലിയ സംഖ്യ ഉള്ള നിയമസഭകളാണ്. അപ്പോൾ ആ നിയമസഭകളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഉടനെ അതിൻ്റെ ഇടയിൽ ഈ ബില്ലുകൾ ഇങ്ങനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ പ്രവർത്തനത്തെ ഇലക്ഷൻ പ്രചാരണത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അതുമാത്രമല്ല, ഇവിടേക്ക് അവർ വരാതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. ഇങ്ങനെ ഒരുപാട് അജണ്ട. ഞാനതാ പറഞ്ഞു, ഒരു കല്ലുകൊണ്ട് 9 പക്ഷിയെ വെടിവെച്ചിടാമെന്നാണ് ശ്രീ നരേന്ദ്രമോദി കരുതുന്നത്. അപ്പോൾ അതിനെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇന്ത്യ അലയൻസിന്റെ പാർട്ടികൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നിലപാടുകൾ അതിനനുസരിച്ച് എടുക്കുന്നത്. ബില്ലുമായിട്ട് മുന്നോട്ട് വരുകയാണെങ്കിൽ കേന്ദ്രം ഇനി ബില്ല് എന്തായാലും നടപ്പിലാക്കണം, അത് രാജ്യത്തിന് ആവശ്യമാണ് വനിതാ സംവരണം. അപ്പോൾ എന്തായിരിക്കും പ്രതിപക്ഷം ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നയിക്കാനുള്ള? അല്ല, വനിതാ സംവരണ ബില്ല് ഞാൻ പറഞ്ഞല്ലോ, അത് നാളെ ആയിരുന്നാലും ഒരു ഉപാധികളുമില്ല. അത് ഇത്ര കാലം 1996 കൊണ്ടുവന്ന ബില്ലാണ്, ആദ്യമായിട്ട് അവതരിപ്പിച്ച ബില്ലാണ്. അതിപ്പോൾ 2026 ആണ്. 3 പതിറ്റാണ്ടുകളുടെ പോരാട്ടങ്ങളുടെ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ പല തവണ ഇത് പാർലമെന്റിൽ കൊണ്ടുവന്നു, അവിടെ ഒന്നും വിജയിക്കാതെ. ഒരു തവണ രാജ്യസഭയിൽ പാസ്സാക്കി, പക്ഷേ ലോക്സഭയിൽ കൊണ്ടുപോകാൻ സാധിക്കാതെ, അവിടെ കൊണ്ടുവരാൻ സാധിക്കാതെ അത് ലാപ്സായി പോയതാണ്. അപ്പോൾ ഇത്ര ദീർഘമായ, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇപ്പോൾ 80 വർഷമാകാൻ, ആ 80 വർഷത്തിൽ 30 വർഷം സ്ത്രീകൾക്ക് പാർലമെന്റിൽ സംവരണം വേണം, നിയമനിർമ്മാണ സഭകളിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാവുന്നുള്ള പോരാട്ടം നടത്തുകയാണ് ഇന്ത്യയിലെ സ്ത്രീകൾ. അപ്പോൾ ഇപ്പം ഈ ബില്ല് പാസ്സാക്കിയത് 2023 പാസ്സാക്കി. 2024 2024 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിന് മുന്നേ ഉണ്ടായിരുന്ന ലോക്സഭയിൽ 14% സ്ത്രീകളുണ്ടായിരുന്നു. ബില്ല് പാസ്സാക്കിയിട്ട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ 13% കുറഞ്ഞിരിക്കുകയാണ്. അത് തന്നെ സൂചിപ്പിക്കുന്നത് എത്രയും വേഗം ഈ ബില്ല് പാസ്സാക്കണം, എങ്കിലേ ഇന്ത്യൻ ജനാധിപത്യത്തിന് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ, ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയണമെങ്കിൽ സ്ത്രീകളും കൂടി അവിടെ ഉണ്ടെങ്കിൽ, മതിയായ നമ്പറിൽ സ്ത്രീകളുണ്ടെങ്കിൽ അത് ആ ജനാധിപത്യം അർത്ഥപൂർണ്ണമാകുകയുള്ളൂ. വനിതാ സംവരണത്തെ അനുകൂലിക്കുന്ന പല പാർട്ടികൾ, ഇന്ത്യ സഖ്യത്തിലുള്ള പല പാർട്ടികളും പറയുന്നു. പക്ഷേ ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല പാർട്ടികളുടെയും അംഗസംഖ്യ നോക്കിയാൽ, വനിതകളുടെ അംഗസംഖ്യ നോക്കിയാൽ അത് വളരെ കുറവാണ്. അപ്പോൾ ഇക്കാര്യം ഇന്നത്തെ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇല്ല, അത് ഞാൻ പറയാമല്ലോ, ഇത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാത്രമല്ല, വനിതാ സംവരണത്തിൻ്റെ ഒരു ഡിമാൻഡ് എന്തിനാണ് വന്നത്? വനിതാ സംവരണത്തിൻ്റെ ഡിമാൻഡ് വരേണ്ട കാര്യം എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടീസ് കൊടുക്കുന്നില്ല എന്നുള്ളത്. അത് പിന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഈ രീതിയിലാണെങ്കിലും സ്ത്രീകൾ വരണമെന്നുള്ളത്. അതാണ് അതിൻ്റെ കാര്യം. പാർട്ടികൾ അതല്ലാതെ, ഇപ്പോൾ ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം പാലിക്കാൻ എല്ലാവരും. SC/ST റിസർവേഷൻ ഏതെങ്കിലും പാർട്ടിക്ക് മാറി നിൽക്കാൻ പറ്റുമോ? അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി SC റിസർവേഷൻ ST റിസർവേഷൻ ആണെങ്കിൽ അവർക്ക് SC/STയിൽപ്പെട്ടവരെ കാൻഡിഡേറ്റ് ആക്കിയേ പറ്റൂ. അപ്പോൾ അത്തരമൊരു നിർബന്ധം അത് ഡെമോക്രസിക്ക് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്തരമൊരു നിർബന്ധത്തിലേക്ക് പൊളിറ്റിക്കൽ പാർട്ടീസിനെ കൊണ്ടുവരണം എന്നുള്ളത് കൂടിയാണ് ഈ ഇത്തരമൊരു നിയമത്തിൻ്റെ ആവശ്യം. വനിതാ സംവരണ ബില്ല് അനിവാര്യമാണ്. പക്ഷേ ഇതിലെ ചില വ്യവസ്ഥകൾ അത് ശക്തമായി തന്നെ എതിർക്കുന്നു എന്നതാണ് CPI നേതാവ് ആനി രാജ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് മോഹൻകുമാറിനൊപ്പം അരവിന്ദ് പിയ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.